guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ബിസി ആയിരുന്നു. ഒന്ന് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ ചെറിയൊരു കുഞ്ഞൊരു വൺ ഡേ ട്രിപ്പ് പോയി. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തു ഞാൻ. പക്ഷേ ഇടാൻ പറ്റിയില്ല. എനിക്കിങ്ങനെ വന്ന് ഇൻട്രോ പറയാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാതിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദീപാവലിക്ക് ഓൾറെഡി ഒരു മുറുക്കിൻ്റെ റെസിപ്പി എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. ദീപാവലിക്ക് മുമ്പ് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതുമാണ്. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം പിന്നെ പോയി വന്നതിൻ്റെ ക്ഷീണവും ഒക്കെ കഴിഞ്ഞ് ഇന്നാണ് എനിക്കൊരു ഇൻട്രോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പം ഞാൻ ആ ദീപാവലിക്ക് മുമ്പ് ഇടേണ്ട റെസിപ്പി ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. മുറുക്കാണ്. പൊരികടല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മുറുക്കാണ്. നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല ക്രിസ്പി ക്രഞ്ചി മുറുക്ക്. പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല വെച്ചിട്ടുണ്ടാക്കുന്ന മുറുക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുറുക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. ദീപാവലി തന്നെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പി ക്രഞ്ചി പൊരികടല വെച്ചിട്ടുണ്ടാക്കുന്ന മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ചാനൽ ആദ്യമായിട്ടാണ് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഞാനിവിടെ യൂസർ ഐ ഡി താഴെ കൊടുക്കാം. അപ്പോൾ അത് ഫോളോ ചെയ്യൂ. അതേമാതിരി ഫേസ്ബുക്ക് പേജിൻ്റെയും ഐ ഡി ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതും പറ്റുമെങ്കിൽ അതിലും ഫോളോ ചെയ്യൂ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊരികടല മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പൊരികടല മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി, ഒരു 1 ടീസ്പൂൺ നിറച്ച് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് മുറുക്കിൽ കുറച്ച് എരിവ് മേലെ നിൽക്കണം. അപ്പം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അളവ് കുറയ്ക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വരുന്ന മാതിരി അയമോദകം എടുത്തിട്ടുണ്ട്, അജ്വൈൻ. ഓക്കെ. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊരികടല മുറുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊരികടല ആഡ് ചെയ്യണ്ടേ. അപ്പം ഞാനിവിടെ പൊരികടല ജസ്റ്റ് ഒരു 1/4 കപ്പ്, ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി അളക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം പൊരികടല ഞാൻ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടയിൽ കൂടെ വരേണ്ടതാണ്. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം അത് ഞാൻ ഇപ്പം ഏകദേശം ഇത് 1/4 കപ്പ് എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ അരിപ്പൊടിയിലോട്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചില്ലിലിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിഴിഞ്ഞെടുത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുറുക്ക് റെഡിയായി ദീപാവലിക്കുള്ളത്. അപ്പം ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ മൊന്തയിൽ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പൊരികടല തന്നെ വേണം നമ്മൾ, കാരണം പൊരികടല മുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊരികടല എടുക്കുക, കടലമാവല്ല കേട്ടോ, പൊരികടല, പൊട്ടുകടല എന്ന് പറയുന്ന സാധനം. ഓക്കെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചൂടായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം അതെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എടുക്കുകയാണ്. സൂക്ഷിക്കണം, കൈ പൊള്ളരുത്, കാരണം നല്ല ചൂടായ എണ്ണയാണ്. പിന്നെ ഇത് കുറച്ച് എരിവ് മേലെ നിൽക്കുന്നുണ്ടാവും.
കാരണം ഞാൻ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ എരിവ് കുറയ്ക്കാം കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് മുറുക്ക് നല്ല എരിവ് വേണം. അപ്പം ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ, തീർച്ചയായിട്ടും കുറയ്ക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കണ്ടോ, പിഴിഞ്ഞും വരും. നല്ല സോഫ്റ്റാണ് ആ മാവ്, ഒരുപാട് വെള്ളമല്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചില്ലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ. അപ്പം ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. ഞാൻ എണ്ണ ചൂടാക്കാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിഴിയണ സാധനവും സേവനാഴിയും ചില്ലും ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ചില്ല് ഈ സ്റ്റാർ ചില്ലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വട്ടത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണം ആ ഷേപ്പിൽ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നിറച്ച് കൊടുക്കുകയാണ് മുഴുവൻ. അപ്പോൾ നമുക്ക് ഇനി മാവ് പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മുറുക്ക് പോലെ ചുറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചില്ലിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഷേപ്പ് കിട്ടും. അപ്പം ഞാനിവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് കയ്യിൽ എണ്ണ തെറിക്കാതെയും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പാർച്ച്മെൻറ്റ് പേപ്പറാണ്. അപ്പം പാർച്ച്മെൻറ്റ് പേപ്പർ ഞാനിതവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്കാണ് ഞാൻ പിഴിഞ്ഞ് ഇടുന്നത്. അപ്പം ഞാൻ ക്യാമറ ഒന്നുകൂടെ ഫോക്കസിൽ വെച്ചിട്ട് എങ്ങനെയാണ് പിഴിയേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം പിഴിയാൻ വേണ്ടിയിട്ട്. എങ്ങാനും ഷേപ്പ് പോവുകയാണെങ്കിൽ അതിനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഭാഗം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെറിയ മുറുക്കാണ് പിഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇനിയും വലുതാക്കാം. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ട, ഇത്ര വലുത് വേണമെങ്കിൽ ഇത്രയും വലുതാക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാം ഞാൻ 2-3 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2-3 ചെയ്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് ചീനച്ചട്ടിയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പറിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ആദ്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാർച്ച്മെൻറ്റ് പേപ്പറിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ മുറുക്ക്. അപ്പം ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പതുക്കെ ഇവിടെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പക്കിട കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ പപ്പടം കുത്തി കൊണ്ടോ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വിഗിൾ ചെയ്തെടുത്താൽ മതി, ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പാർച്ച്മെൻറ്റ് പേപ്പർ വിട്ട് വരും. കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, എണ്ണ നന്നായി ചൂടായിരിക്കുകയാണ്. അപ്പം ഒന്ന് ഈ ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗവും കൂടെ ഫ്രൈ ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിൻ്റെ പുറകിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാം. പിഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതും ചെയ്യാം. ഏതാണോ എളുപ്പം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണിച്ചു തന്നു മാത്രം. പിന്നെ പാർച്ച്മെൻറ്റ് പേപ്പർ കളയണം, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അതാണ് ഈസി എങ്കിൽ കൈ പൊള്ളില്ല, എണ്ണ തിറക്കില്ല. അപ്പോൾ അതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ആയി. ഈ കളറ് മാറണ്ട.
ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇത് എടുക്കുകയാണ്, കോരിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 വരും. എനിക്കിപ്പോൾ 15 ഒന്നും വന്നിട്ടില്ല. കാരണം ഞാൻ എനിക്ക് ഇതിൻ്റെ മാവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പച്ചമാവ് കഴിക്കാൻ, വറുക്കണതിന് മുമ്പുള്ള ആ മാവ്, നമ്മൾ ആ കുഴച്ച് വെച്ച മാവില്ലേ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ അത് ഞാൻ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴിച്ചു. അപ്പം എനിക്ക് 15 വന്നിട്ടില്ല. അപ്പം ഏകദേശം ഈ ഒരു അളവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 10 തൊട്ട് 15 വരെ വരും. ചെറുതാണെങ്കിൽ 20 വരും കേട്ടോ. ഓക്കെ, അപ്പം എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വേണ്ടെങ്കിൽ ഞാൻ വേറൊന്നും കൂടെ ചെയ്തിട്ടുണ്ട്. ചെറിയ കോലായിട്ടും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ നിങ്ങൾക്ക് കോല് പോലെയും ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ ചെയ്താൽ മതി. കണ്ടോ, ഇതിൽ മുറുക്കായിട്ടും ഞാൻ കോലായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മതിയെങ്കിൽ കോലായിട്ടും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ക്രഞ്ചി മുറുക്കാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.